പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം സുഭാഷിതങ്ങൾ 28:13 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോയുടെ കരുണയെക്കുറിച്ച് എന്നെയും നിങ്ങളെയും ബോധവാന്മാരാക്കുകയാണ്. വചനം പറയുന്നത് എങ്ങനെയാണ്? തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല എന്ന്. ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ആ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുമ്പോൾ, ഒരു കുമ്പസാരത്തിലൂടെ ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ഈശോയിലേക്ക് തിരിച്ചു വരുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഐശ്വര്യമുണ്ടാകുന്നത്. അല്ല എങ്കിൽ തെറ്റിൽ മുഴുകി ജീവിക്കുന്നൊരവസ്ഥയിലാണ് ഞാനും നിങ്ങളും ഇപ്പോഴുമെങ്കിൽ വചനം പറയുന്നു, ഒരിക്കലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാകുകയില്ലെന്ന്, ഒരു ആത്മീയ ഐശ്വര്യം നമുക്ക് ലഭിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, അവ ഏറ്റുപറഞ്ഞു പരിത്യജിക്കുന്നവന്, പ്രിയപ്പെട്ടവരെ, കുമ്പസാരം എന്ന കൂദാശയിലൂടെ എൻ്റെ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, എൻ്റെ നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അത് പരിത്യജിച്ച് പുതിയൊരു മനുഷ്യനായി തീരുമ്പോൾ വചനം പറയുന്നു, അവിടുത്തെ കരുണ നമ്മുടെ മേലുണ്ടാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, കരുണയോടെ നമ്മെ നോക്കുന്ന ദൈവം, സദാ കരുണയോടെ നമ്മെ കാത്ത് സംരക്ഷിക്കുന്ന ദൈവം ഈശോ പറയുകയാണ്, നീ നിന്റെ പാപത്തിൽ നിന്നും ഓടിയകലുവിനെന്ന്, നിന്റെ തെറ്റുകളിൽ നിന്ന് ഓടിയകലുവിൽ നിന്ന്, ആ പാപത്തിൽ നിന്നും ഓടിയകന്നൊരു പുതിയ മനുഷ്യനായി, പുത്തൻ മനുഷ്യനായി, ഒരു പുതിയ ഹൃദയത്തിനുടമയായി തീരുവാൻ ഈശോ എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ.